എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇടയ്ക്ക് കുറച്ച് ദിവസം ഗ്യാപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? വീഡിയോസൊന്നും കുറച്ച് ദിവസം കണ്ടിട്ടില്ല. അപ്പം സ്ഥിരമായിട്ട് എന്നെ കാണുന്നവർക്കാണെങ്കിൽ കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് വന്നത് മനസ്സിലായി കാണും. ഇവിടെ മാർഗഴി മഹോത്സവം നടക്കുകയാണ് ചെന്നൈയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ബ്രേക്ക് വന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മാർഗഴി മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായ യാതൊരു പരിപാടികളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. അതുമാത്രമല്ല, ഞാൻ ജീവിതത്തിൽ ആസ്വദിക്കുന്ന ഓരോ കച്ചേരിയും ഞാനതിങ്ങനെ കോർ മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കാറുണ്ട്. എപ്പോഴും അത്ര ആസ്വദിക്കാറുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പലപ്പോഴും ഇപ്പം ഒരു കച്ചേരി കേൾക്കാൻ പോകുമ്പം അവർ പാടുന്ന മൊത്തം കീർത്തനങ്ങളോ അല്ലെങ്കിൽ മൊത്തം രാഗമോ ഒന്നും അറിഞ്ഞിട്ട് ആവില്ല. ആസ്വാദനം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ സംസാരിക്കുന്നത് കേട്ടോ. ഒരു സ്റ്റുഡൻറ്റിനേക്കാളും ആ ഒരു സംഗീത ആസ്വാദക എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി തീർന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം എൻ്റെ ഫുൾ ഫെസ്റ്റിവൽ എന്താ പറയുക, ഇനിയും എനിക്കുണ്ട്. ഇന്ന് വൈകിട്ട് എൻ്റെ ഏറ്റവും ഞാൻ അത്രയും ഒരു ഫാനായിട്ടുള്ള വിഷ്ണുദേവ് സാറിൻ്റെ ഡയസ് ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. അതായത് കച്ചേരി നടത്തുന്നതിൻ്റെ സൈഡിൽ ഇവരിപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്ന് പാടുകയാണെങ്കിൽ, ഓഡിയൻസിനെ ഫേസ് ചെയ്ത് പാടുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് വൈകിട്ട് മ്യൂസിക് അക്കാഡമിയിൽ വെച്ചിട്ട് വിഷ്ണുദേവ് സാറിൻ്റെ ഒരു കച്ചേരി, നാളെ ടി.എം. കൃഷ്ണ സാറിൻ്റെയും കൂടെ കഴിഞ്ഞാലാണ് ആ ഒരു കലാശക്കൊട്ട് നടക്കുന്നത്. സ്റ്റിൽ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എടുക്കാം. കാരണം കുറേ ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നിട്ട് അപ്പോൾ നമ്മളൊരു പറയണമല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ വീഡിയോ ഇടുന്നത് കൊണ്ട് എന്താണ് ആ ഒരു ബ്രേക്ക് വന്നത് എന്നുള്ളത് പറയാൻ ബാധ്യസ്ഥയായതുകൊണ്ട് ഞാൻ വന്ന് പറയുന്നേ ഉള്ളൂ. മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോ ഇടാത്ത ഇപ്പോൾ പലരും എന്താണ് ഒരു ബ്രേക്ക് വരുന്നത് എന്നുള്ളത് ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പം അതിനുള്ള മറുപടിയാണ്. ഓക്കെ, ഞാനൊരു ഇൻട്രൊഡക്ഷൻ തന്നു വിചാരിച്ചു. ഞാൻ വിഷ്ണുദേവ് സാറിൻ്റെ തന്നെ കച്ചേരി വെച്ചിട്ടാണ് കേട്ടോ 14/12 സാറിൻ്റെ കച്ചേരി വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സീസൺ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അതിനുശേഷം ഞാൻ ടി.എം. കൃഷ്ണ സാർ, അഭിഷേക് ജയരാമ, പിന്നെയും വിഷ്ണുദേവ് സാറ്, പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുണ്ട്, അത് ഞാൻ പറയാം. പിന്നെ രാമകൃഷ്ണൻ മൂർത്തി, സഞ്ജയ് സുബ്രഹ്മണ്യൻ, അക്രൈ സിസ്റ്റേഴ്സ്. അപ്പോൾ ഇവരുടെയൊക്കെ ആണ് ഞാൻ മെയിനായിട്ട് കൺസേർട്ട്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആക്സിഡൻ്റലി ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ ഒക്കെ ആക്സിഡൻ്റലി കേട്ടാലേ ഉള്ളൂ. കാരണം എനിക്ക് പേടിയാണ്, എനിക്കത് ആസ്വദിക്കാൻ പറ്റുമോ, എനിക്ക് വല്ലതും മനസ്സിലാവുമോ എന്നുള്ളൊരു ഭയത്തിൽ ഞാൻ ഇന്നേ വരെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒന്നും അങ്ങനെ കേൾക്കാൻ പോയിട്ടില്ല എവിടെയും. അപ്പോൾ ഇപ്പം നമ്മുടെ കുറച്ച് ബന്ധുക്കളൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കൺസേർട്ട്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പം അത്യാവശ്യം നല്ല മ്യൂസിക്കൽ നോളജൊക്കെ ഉള്ള ആൾക്കാർ, അപ്പം അവർ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വരുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു. അല്ല, വരണം, കേൾക്കണം എന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. അങ്ങനെ ഞാൻ ഡോക്ടർ ജയന്തി കുമരേഷിൻ്റെ വീണ കൺസേർട്ട് അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളങ്ങനെ സെലക്റ്റീവായിട്ട് അങ്ങനെ അവോയ്ഡ് ചെയ്യാനേ പാടില്ല എന്നുള്ളത്. ജയന്തി കുമരേഷിൻ്റെ വീണ എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ ഇത്രയും കാലം ഇതൊന്നും കേൾക്കാത്തത് ഓർത്ത് എനിക്കിപ്പോൾ നല്ലൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ വീണയിൽ കച്ചേരി ഞാൻ പറയട്ടെ, ആദ്യം തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറയുന്നത് കേട്ടോ. കല്യാണി, നാട്ടക്കുറിഞ്ഞിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കല്യാണി, ആനന്ദ ഭൈരവി, പിന്നെന്താ കമല മനോഹരി, തുളസി, കേദാരഗൗള, പിന്നെന്താ ശങ്കരാഭരണം, ഇതൊക്കെയാണ്. പിന്നെ പുതിയതായിട്ട് അവിടെ നിന്ന് എനിക്കൊരു രാഗം കൂടെ കിട്ടി. അത് രസാളി എന്നാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ പുതിയതായ ഒരു രാഗം കൂടെ അവിടെ നിന്ന് കേൾക്കാൻ പറ്റും. വനസ്പതിയുടെ ഒരു കുഞ്ഞാണ് രസാളി, വനസ്പതിയാണ് പേരൻ്റെ രാഗം. സോ അപ്പം അങ്ങനെ ഞാൻ നന്നേ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ ഒരു അലേർട്ട് തരാണ് കേട്ടോ.
രാഗങ്ങളും ഒന്നും അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് വളരെ ബോറാവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഇപ്പോഴും സ്കിപ്പ് അടിച്ചു. ഞാൻ രാഗങ്ങളെക്കുറിച്ചും ആർട്ടിസ്റ്റുകളെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. അതാ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള കൺസേർട്ടുകൾ കേൾക്കാൻ പോകുമ്പം ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ഒത്തിരി പുതിയതായിട്ടുള്ള രാഗങ്ങൾ, പുതിയതായിട്ടുള്ള കീർത്തനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് മാത്രമല്ല, നമുക്ക് സമഭാവനയുള്ള കുറച്ച് ആൾക്കാരെ ഫ്രണ്ട്സായിട്ടും കിട്ടും. ഇപ്പം ഞാൻ അന്ന് ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ അടുത്ത്, നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൺസേർട്ട് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അതേ സീറ്റിൽ തന്നെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ളതായിട്ട് കുറച്ചൊക്കെ കണക്ഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് വളരെ പ്രായം ചെന്ന ഒരു 80 വയസ്സായിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അദ്ദേഹം അവിടെ ഇപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ ഞാൻ നോക്കുമ്പോഴേ ഇന്ന രാഗമായിരിക്കും എന്ന് പറയും. അതുപോലെ ആൾക്ക് എന്തെങ്കിലും സംശയം വരുമ്പോൾ എന്നെ നോക്കുമ്പോൾ ഇന്ന രാഗമാണോ എന്നിങ്ങനെ ചോദിച്ച് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയണ്ടേ, അപ്പോൾ ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ രാവിലെ സ്റ്റാർട്ട് ചെയ്തു. വിഷ്ണുദേവ് സാറിൻ്റെ കച്ചേരി, അത് കഴിഞ്ഞിട്ട് ജയന്തി കുമരേഷിൻ്റെ വീണ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു രാമകൃഷ്ണമൂർത്തിയുടെ ഒരു കൺസേർട്ട് കേട്ടോ. എന്താ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ആ സമയം ആയപ്പോഴത്തേനും ഞാൻ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിപ്പോയി. സോ എനിക്ക് പിന്നെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അത് പറയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അടുത്ത വർഷം തൊട്ട് ലൈക്ക് എല്ലാം കേൾക്കാമെന്നുള്ളത് മാറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് ചൂസ് ചെയ്യുക. ഒരു ദിവസം മാക്സിമം പോയാൽ 2 എണ്ണം 3-4 എണ്ണമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ടോളറൻസ് ആണ് കേട്ടോ പറഞ്ഞത്. അത് കഴിയുമ്പോഴത്തേനും എനിക്കൊന്നും മൈൻഡ് ഫുൾ ക്ലോസ് ആയി പോവാണ്. അപ്പോൾ അങ്ങനെ അന്ന് രാത്രിയിൽ കേട്ടിട്ടുണ്ട് രാമകൃഷ്ണ സാറിൻ്റെ ആ ഒരു കച്ചേരി. ഒന്നും അതിൽ നിന്ന് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാളെ വീണ്ടും ഒന്നും കൂടെ ബുക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് അവിടെ ഒരെണ്ണം മിസ്സായി പോയതുകൊണ്ട്. അങ്ങനെ പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ പലരും പല രീതിയിലാണ് കൺസേർട്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ 25 ക്രിസ്മസ് ഡേക്ക് അഭിഷേക് ജയറാമിൻ്റെ ഒരു കച്ചേരി കേൾക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആയിരുന്നു കേട്ടോ, ഈവനിങ് ആയിരുന്നു. ലൈക്ക് ഇതിന് മുന്നേ ഞാൻ മൈസൂർ വെച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കൺസേർട്ട്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ പോയതാണ്. ബട്ട് ദിസ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ചൊരു പണ്ഡിതർക്ക് ആസ്വദിക്കാവുന്ന രീതിയിലാണ് അദ്ദേഹം ഫുൾ എൻറ്റയർ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതും 4ഉം 5ഉം കാലമൊക്കെ പാടി എന്നെപ്പോലൊരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ്, തുടക്കക്കാർക്ക് അല്ലെങ്കിൽ ഒരു ആസ്വാദകർക്ക് പറ്റിയ രീതിയിലുള്ളൊരു പ്രസൻറ്റേഷൻ അല്ലായിരുന്നു. ഞാൻ കണ്ടു പലയിടത്തും ആൾക്കാർ, ഇവൻ വളരെ നോളജ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയും അതിനെ വളരെ ക്രിറ്റിക്കലായിട്ട് ആ ഒരു കൺസേർട്ടിനെ നോക്കി കാണുകയും ആ വേ ഓഫ് പ്രസൻറ്റേഷൻ, എനിക്ക് തോന്നാത്തൊരു പ്രസൻറ്റേഷൻ സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിനെ വിമർശിക്കുന്നത് കണ്ടു. പലരും അദ്ദേഹത്തിൻ്റെ കച്ചേരികളെയും അദ്ദേഹത്തിൻ്റെ എല്ലാത്തിനെയും അങ്ങ് നന്നായിട്ട് വിമർശിക്കുകയായിരുന്നു. പക്ഷേ എനിക്കത് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പം അറിവുള്ള എല്ലാവർക്കും നല്ലൊരു ടീച്ചർ ആവാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാണ്ഡിത്യത്തിൻ്റെ ഒരു വേദിയായിട്ടാണ് ആ ഒരു കൺസേർട്ടിനെ എനിക്ക് കാണാൻ പറ്റുന്നത്. അതല്ലാതെ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ആയിരുന്നു അന്നൊന്നും തോന്നില്ല. വളരെ അൺഡൈജസ്റ്റബിൾ ആയിരുന്നു. അപ്പം കുറച്ചുകൂടെ നമ്മൾ ചിലപ്പം സംഗീതത്തിൽ ലേൺ ചെയ്തൊക്കെ വരുമ്പം അതത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നത്തില്ലായിരിക്കാം, കുറച്ചും കൂടെ ഡൈജസ്റ്റ് ആവുമായിരിക്കും, എനിക്കറിയില്ല. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് അത് ടോട്ടലി ഒന്നും അങ്ങോട്ട് കിട്ടിയില്ല. അഭിഷേക് ജയറാമിൻ്റെ അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും തീർച്ചയായിട്ടും, എനിക്കറിയാം. അദ്ദേഹത്തിന് വലിയ ഹ്യൂജ് ഫാൻ ബേസ് ഉള്ളൊരു ആളാണ്. അപ്പം എനിക്ക് ഡൈജസ്റ്റ് ആയില്ല എന്നുള്ളത് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അതിനൊരു ഉദാഹരണമാണ് സഞ്ജയ് സുബ്രഹ്മണ്യൻ സാറിനെ ഫോളോ ചെയ്യുന്നവർക്കറിയാം അദ്ദേഹത്തിൻ്റെ വേ ഓഫ് ആ പ്രസൻറ്റേഷനെ ഞാൻ പറയുന്നത്. പലരും ഇത് പ്രസൻറ്റേഷൻ്റെ സ്റ്റൈൽ ഡിഫറെൻ്റ് കൊണ്ട് എത്രമാത്രമാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് സംഗീതത്തെ നോക്കിക്കാണുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്. ഇപ്പം നേരിട്ട് ആദ്യമായിട്ടൊരു കൺസേർട്ട് അറ്റൻഡ് ചെയ്തപ്പോഴും അത് ഞാൻ കൺഫേം ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രാഗാലാപനം ആയിക്കോട്ടെ, ഒരു സ്വരസ്ഥാനമൊക്കെ ആയിക്കോട്ടെ,
നമ്മൾ ടോട്ടലി നമ്മളെ എൻ്റർടൈൻ ചെയ്യും. സംഗീതം ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതും എന്താണ്, കടിച്ചപ്പൊട്ടാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യാണ്ട് വളരെ സിമ്പിളായിട്ട് കാമവർദ്ധിനി, നാട്ട, ഉദയരവി ചന്ദ്രിക, ദേവമനോഹരി, ദേവഗാന്ധാരി ഇങ്ങനെയുള്ള രാഗങ്ങളൊക്കെയാണ് അദ്ദേഹം കൺസർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. കുറേ വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു വേ ഓഫ് പ്രസൻറ്റേഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. നന്നായി ആസ്വദിച്ചു. സഞ്ജയ് സുബ്രഹ്മണ്യത്തിൻ്റെ കൺസേർട്ടാണ്. അപ്പോൾ അതിന് ചെന്നിരുന്നപ്പോൾ അതിന് മുന്നേ ഉള്ള അമൃത വെങ്കടേഷിൻ്റെ ഒരു കൂടെ കേൾക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അടുത്ത വർഷം എന്തായാലും അമൃത വെങ്കടേഷിനെ മിസ് ചെയ്യരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഇയർ ആകുമ്പം അത് പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ ജയന്തി കുമരേഷിൻ്റെ എന്തെങ്കിലും കൺസേർട്ട് അടുത്ത വർഷം ഉണ്ടെങ്കിൽ, വീണയുടെ അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ ഇപ്രാവശ്യം അക്കരെ സിസ്റ്റേഴ്സിൻ്റെ ഒരു വയലിൻ കൺസേർട്ടിനോട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അവർ രണ്ടുപേരും തകർത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ രീതി ഗൗള, ബിലഹരി, ഗൗരി മനോഹരി എല്ലാം എടുത്തു പറയേണ്ടതാണ്. അത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി അക്രൈ സിസ്റ്റേഴ്സിൻ്റെ കേട്ടോ. ഇതൊക്കെയാണ് ജനറലായിട്ട് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് പുതിയതായി ധാരാളം ലേണിംഗ് സംഭവിക്കും. പുതിയതായിട്ട് ധാരാളം കീർത്തനങ്ങളും പുതിയതായ രാഗങ്ങളും എല്ലാം നമ്മളിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പം ഇതുവരെ ആരെങ്കിലും ഈ മാർഗഴി മഹോത്സവം ഇതിൽ പാട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും, മ്യൂസിക്കിന് മാത്രം കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഭരതനാട്യവും ഒക്കെ ധാരാളം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കല ലേൺ ചെയ്യുന്ന, ആർട്ട് ലേൺ ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഈ ഫെസ്റ്റിവൽ ഒരു തവണ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ട് അടുത്ത വർഷം വരും. അതാണ് ഞാൻ ഒരു തവണയെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം ഞാൻ ഓർക്കും എനിക്ക് ഇത്രയും വയസ്സായിട്ട് ഒരു തവണ പോലും ഞാൻ ലൈഫിൽ ഈ ഒരു ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പം നമ്മൾ ചെന്നൈയിൽ വന്നുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് നമ്മൾ ചെയ്തത്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇതുവരെ ഇതിന് പങ്കെടുക്കാത്തൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വരണം. ഇതെല്ലാം ഒരു മാസം അങ്ങ് അവധിയെടുത്ത് തന്നെ വരണം എന്ന് ഞാൻ പറയും. കാരണം പല പല വേദികൾ, പല പല ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഒരാളുടെ ഒരു സമയം ഒരു സ്റ്റേജിൽ കേട്ടാൽ പോരെന്ന് തോന്നുകയാണെങ്കിൽ അത് വലിയ അബദ്ധമായിട്ടും അതും ഞാൻ പറയും. കാരണം ഓരോ സ്റ്റേജിലും അവരുടെ പല പല മുഖങ്ങളാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതുകൊണ്ട് വിഷ്ണുദേവ് സാറിൻ്റെ തന്നെ ആദ്യത്തെ കൺസേർട്ടുമായിട്ട് ഉള്ള ആ ഒരു രീതിയേ അല്ലായിരുന്നു അടുത്തത് വന്നപ്പോഴത്തേനും. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഇരുന്നത്. അപ്പം ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് ഈവനിങ് ഞാൻ കൺസേർട്ട് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അതും സൈഡിൽ ആണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന സിസ്റ്ററെ ഒക്കെ കൊണ്ടിട്ട് സാറിൻ്റെ കച്ചേരി ഏൽപ്പിച്ചു. സിസ്റ്ററിന് സെയിം അഭിപ്രായമായിരുന്നു. വേറെ ലെവൽ കൺസേർട്ട്. ഞങ്ങൾക്കൊക്കെ രണ്ടുപേർക്ക് ഞങ്ങൾക്കിങ്ങനെ രോമാഞ്ചം വരുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സാറിൻ്റെ വൈഫിനെയൊക്കെ പേഴ്സണലായിട്ട് പോയി പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചു. ഞാൻ എല്ലാ കൺസേർട്ടിന് പോകുമ്പോഴും വിഷ്ണുദേവ് സാറിനോട് പോയി സംസാരിക്കാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് വൈഫിനെ അറിയാം എങ്കിലും പോയി സംസാരിക്കുക ചെയ്തത്. ഈ ആർട്ടിസ്റ്റുകളോടൊക്കെ നമുക്ക് പോയിട്ട് കൺസേർട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് പോയി സംസാരിക്കാനുള്ള അവസരമുണ്ട് കേട്ടോ. പോയി സംസാരിക്കാൻ, നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരും അതിനൊരു ഹെസിറ്റേഷൻ കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അതും എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് തിങ്ങാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സംശയം വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി ഡയറക്റ്റായിട്ട് ചോദിക്കാം. നമുക്കങ്ങനെ ആരുടെ റെക്കമെൻഡേഷനൊന്നും ആവശ്യമില്ല, നമുക്ക് പോയി ചോദിക്കാം. അവരെല്ലാവരോടും സംസാരിക്കും. നമുക്ക് പിന്നെ പോയി ഫോട്ടോസൊക്കെ എടുക്കാം. ഞാനങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ഇടാം എന്തായാലും. ഇന്നത്തെയും നാളത്തെയൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇടാം. പിന്നെന്താണ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെന്തായിപ്പോയി വീഡിയോ. ഇനി എന്താ പറയണ്ടേ, TM കൃഷ്ണ സാറിൻ്റെ ഇന്നൊരു ലെക്ചർ ഉണ്ടായിരുന്നു രാവിലെ. അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു. ചില കൺസേർട്ട്സൊക്കെ ഫ്രീ ആണ്, ചിലതൊക്കെ നമ്മൾ ടിക്കറ്റ് എടുത്ത് തന്നെ കാണേണ്ടതാണ് കേട്ടോ. അത് ഞാൻ പറയാം. ഷെഹാന രാഗത്തിൽ TM കൃഷ്ണ സാറിൻ്റെ ഈശാനാദി എന്ന് പറഞ്ഞിട്ടൊരു കീർത്തനം, അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. അതുപോലെ തന്നെ ഗോപികാവസന്തം രാഗത്തിൽ ബാലകൃഷ്ണൻ ഭാവയാമി എന്ന് പറഞ്ഞിട്ട് മറ്റൊരെണ്ണം. പിന്നെ കാമ്പോജി ഞങ്ങൾ തലേ ദിവസം കാമ്പോജിയെക്കുറിച്ച് ഡിസ്കസ്, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ഇവിടെ വന്ന ഗസ്റ്റുകൾ ഡിസ്കസ് ചെയ്തിരുന്നു.
അതിനുശേഷം അടുത്ത ദിവസം പിന്നെ ഈ കാമ്പോജി കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ തരങ്കിണി എന്നൊരു രാഗത്തിൽ മായേ ത്വം യഹി, ഇതൊക്കെയാണ് ടി എം കൃഷ്ണ സാറിൻ്റെ കൺസേർട്ടിൽ ഉൾപ്പെട്ടിരുന്ന ലിസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ ഇത് പറഞ്ഞ് എൻഡ് ചെയ്യുമ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ഒരു 2 വരി പാട്ടൂടെ പാടി ഈ വീഡിയോ എൻഡ് ചെയ്യാം. കൈലാസനാഥേന സംരക്ഷിതോഹം, കൈലാസനാഥേന സംരക്ഷിതോഹം, കൈവല്യ പ്രദാനി പൂർണ്ണതരേ ശ്രീ കൈലാസനാഥേന സംരക്ഷിതോഹം, കൈലാസഗിരി വിഹാരേണ ശൈലരാജാത്മജമോഹ കാരേണ കൈലാസനാഥേന സംരക്ഷിതോഹം. സഗതി ദായകാംബോജ ചരണീനം, സഗതി ദായകാംബോജ ചരണീനം, ചാരു ശരചന്ദ്ര കലാധരണീന, ചാരു ശരചന്ദ്ര കലാധരണീന, സദ്ഗുരുഗുഹ സന്നുദമതി സത്യജ്ഞാന